സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ചാണ്. ആരാണ് യൗസേപ്പ് പിതാവ്? മറിയത്തിൻ്റെ ഭർത്താവും യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ പിതാവുമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ദൈവം അദ്ദേഹത്തെ മഹത്തായ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി തിരഞ്ഞെടുത്തു. ഈശോയെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം. ബൈബിളിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് വിനീതനും അനുസരണമുള്ളവനുമായിരുന്നു. ദൈവത്തിൻ്റെ തിരുഹിതം എന്തെന്ന് കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. സ്വപ്നത്തിൽ ദേവദൂതൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ യൗസേപ്പ് പിതാവ് ഒരു സംശയം കൂടാതെ അതനുസരിച്ചു. മറിയത്തെയും കുഞ്ഞായ യേശുവിനെയും സംരക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെയാണ് അവർ ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുന്നത്. യൗസേപ്പ് പിതാവ് ഒരു മികച്ച തൊഴിലാളി കൂടിയായിരുന്നു. ഒരു തച്ചൻ തൻ്റെ കുടുംബത്തിനു വേണ്ടിയുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങുകയും സത്യസന്ധമായ ജീവിതം നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് തിരുസഭ അദ്ദേഹത്തെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി വണങ്ങുന്നതും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ചാപ്പലുകളിലും മാർച്ച് 19-ാം തീയതി അദ്ദേഹത്തിൻ്റെ മരണത്തിരുന്നാൾ ഉച്ചയൂണ് നൽകിക്കൊണ്ട് ആഘോഷിക്കാറുണ്ട്. അതിൽ സംബന്ധിക്കാനായി നാനാജാതി മതസ്ഥരും എത്തിച്ചേരുകയും ചെയ്യാറുണ്ട്. ഇന്നും തിരുസഭയിൽ ഏറ്റവും അധികം മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനാണ് നമ്മുടെ വിശുദ്ധ യൗസേപ്പ് പിതാവ്. തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥൻ, നൽമരണങ്ങളുടെ മധ്യസ്ഥൻ, തിരുസഭയുടെ കാവൽക്കാരൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കുഞ്ഞുപൈതങ്ങളുടെ സംരക്ഷകൻ എന്നെല്ലാം വിശുദ്ധ യൗസേപ്പ് പിതാവ് അറിയപ്പെടുന്നത്. നമുക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആവശ്യങ്ങളിലും മധ്യസ്ഥം യാചിക്കാം. പാലകനെ അണയുന്നു